ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആയുഷ് ഹാജിയുടെ സംസ്കാരം നാളെ രാവിലെ 10 മണിക്കാണ് നടക്കുക. ആയുഷിന്റെ മൃതദേഹം ആലപ്പുഴ കാവാലത്തെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇൻഡോറിൽ നിന്ന് മാതാപിതാക്കൾ വീട്ടിലെത്തി. അയൽക്കാരും സുഹൃത്തുക്കളും അടക്കം നൂറുകണക്കിന് പേരാണ് പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു വട്ടം കാണാൻ കാവാലത്തെ വീട്ടിലേക്ക് എത്തുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, നാടിന് താങ്ങാനാവുന്നില്ല, ബന്ധുക്കൾക്ക് താങ്ങാനാവുന്നില്ല, ആ അച്ഛനും അമ്മയും എങ്ങനെ താങ്ങുമെന്ന ചോദ്യം ബാക്കിയാണ്. സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് MBBS ബിരുദം പൂർത്തിയാക്കി നാടിനെ സ്നേഹിക്കാനും സേവിക്കാനും ഇറങ്ങുന്ന ഒരു കുഞ്ഞിനെയാണ് അവരെല്ലാവരും സ്വപ്നം കണ്ടത്. ആ വിയോഗ വാർത്തയോട് എങ്ങനെയാണ് നാട്ടുകാർ പ്രതികരിച്ചത്? എനിക്ക് തോന്നുന്നു കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത വിധം ഒരു നാട് മുഴുവൻ ഉലഞ്ഞു പോവുകയായിരുന്നു, അല്ലേ പ്രവീൺ? അതെ അരുൺ, കാവാലത്തെ ആയുഷ് ഹാജിയുടെ കുടുംബ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. അതിൽ അയൽപ്പക്കക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒപ്പം തന്നെ ഇതെല്ലാം കേട്ടറിഞ്ഞ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ടായിരുന്നു. ആയുഷ് ജനിച്ചതും വളർന്നതുമെല്ലാം ഇൻഡോറിലായിരുന്നു. അതിനുശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം ലഭിക്കുന്നു. കുടുംബ വീട്ടിലേക്ക് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച വൈകിട്ട് ആയുഷ് എത്തുമായിരുന്നു. പിന്നീട് ഞായറാഴ്ച വൈകിട്ട് ഹോസ്റ്റലിലേക്ക് തിരികെ പോവുകയും ചെയ്തിരുന്നു. ഇവിടെ ജനിച്ചില്ല, വളർന്നില്ല എന്നത് അയൽപ്പക്കക്കാരോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ ഈ ആയുഷുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു കുറവും വരുത്തിയിരുന്നില്ല. കാരണം അടുത്ത് ഇടപഴകാൻ പറ്റിയ ഒരാൾ തന്നെ ആയിരുന്നു എന്നാണ് നമ്മൾ സംസാരിച്ചപ്പോഴെല്ലാം അയൽപ്പക്കത്തുള്ളവരും മറ്റ് സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിരുന്നു. അതിനുശേഷം ആയുഷിനെ പനി ബാധിച്ചിരുന്നു. പിന്നീട് സാധാരണ ഞായറാഴ്ച വൈകിട്ടാണ് പോകാറുള്ളത്. എന്നാൽ തിങ്കളാഴ്ച രാവിലെ മാത്രമാണ് ആയുഷ് പോയത്. അയൽപ്പക്കത്തുള്ള ആൾ പറഞ്ഞത് എല്ലാ ദിവസവും വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ആയുഷ് വന്നിറങ്ങും, അതിനുശേഷം നടന്ന് വീട്ടിലേക്ക് വരും. പിന്നീട് അയൽപ്പക്കത്തെ ഓരോ വീട്ടിലും ആയുഷ് ചെല്ലുമായിരുന്നു. എല്ലാവരോടും വളരെ സൗമ്യനായി പെരുമാറിയിരുന്ന ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു ആയുഷ് എന്നാണ് പരിചയമുള്ള ആളുകളെല്ലാം പറയുന്നത്. വളരെ കുറച്ച് നാളത്തെ പരിചയവും ഒക്കെ മാത്രമേ ആളുകൾക്കും ഒപ്പം തന്നെ അയൽപ്പക്കക്കാർക്കുമൊക്കെ ആയുഷുമായിട്ടുള്ളൂ. അതായത് ഇൻഡോറിലാണ് ആയുഷ് പഠിച്ചതും വളർന്നതുമെല്ലാം. ഈ മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിന് ശേഷം ചേർന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് എല്ലാ ആഴ്ചയും വരാറുള്ളത്. അങ്ങനെയുള്ള സൗഹൃദങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ. നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. മാതാപിതാക്കൾ ഇൻഡോറിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്. മാതാപിതാക്കൾ കാഴ്ചയാണ്. ഇൻഡോറിൽ നിന്നെത്തിയ അമ്മയും അച്ഛനും മകന്റെ ശരീരമടങ്ങിയ ആ പെട്ടിക്ക് മുകളിൽ കിടന്ന് കരയുന്ന കാഴ്ച നമ്മളെല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചയാണ്.